പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 67-ാം തിരുവചനം. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണെന്ന് തൻ്റെ ശിഷ്യരെ പഠിപ്പിക്കുന്ന ഈശോയെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. വാക്കുകളിലൂടെ, പ്രവൃത്തിയിലൂടെ ഈ വചനത്തെ പലവട്ടം ഈശോ സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇതെല്ലാം കേട്ടിട്ടും കണ്ടിട്ടും ഈശോയുടെ കൂടെ നടന്ന ചിലർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ വചനം കഠിനമാണ്. അവർ പിറുപിറുത്തുകൊണ്ട് ഈശോയെ വിട്ട് അവിടെ നിന്നും പോയി. അവർ പിന്നീടൊരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല എന്നാണ് വചനം പറയുക. തന്നെ വിട്ടുപോയവരെ തിരക്കി ഈശോ ഒരിക്കലും പിറകെ പോകുന്നില്ല. കാരണം അടിസ്ഥാന ബോധ്യങ്ങളെ അവഗണിക്കുന്നവരെ പിന്നീട് ദൈവം പോലും ഗൗനിക്കാത്ത അവസ്ഥകൾ ഉണ്ടാകും. ഈ ബോധ്യം നഷ്ടപ്പെട്ടവർ തന്നെ തനിച്ചാക്കി പോയപ്പോൾ തൻ്റെ ശിഷ്യരോട് ഈശോ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളും എന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുവോ? ഈ ചോദ്യം ഹൃദയം നുറങ്ങിയ കർത്താവിൻ്റെതാണ്. ഈശോ ഈ ചോദ്യം നമ്മളോടും ചോദിക്കും. ഞാൻ ഇത്രയേറെ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിട്ടും നിങ്ങളും എന്നെ വിട്ടുപിരിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദിവ്യകാരുണ്യം ഈശോയുടെ ശരീരമാണ്. നമുക്ക് ജീവൻ നൽകുന്ന അപ്പമാണെന്നുള്ള അടിസ്ഥാന ബോധ്യം നഷ്ടപ്പെടുന്നവർ ഈശോയെ വിട്ട് സ്വന്തം വഴി തേടിപ്പോകും. ഇന്ന് കർത്താവിനെ നോക്കി പറയാൻ സാധിക്കണം: അങ്ങയെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? കാരണം അങ്ങിലാണ് ജീവൻ, അങ്ങിലാണ് നിത്യജീവന്റെ വചനങ്ങൾ. ഈശോയെ വിട്ടുപിരിയാതെ ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് നമുക്കും മുന്നോട്ട് നീങ്ങാം. അടിസ്ഥാന ബോധ്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കും ഈശോയെ ആരാധിക്കാം. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ തന്നെ ജീവിതത്തെ, കുടുംബങ്ങളെ, വ്യക്തിജീവിതത്തെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.